ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ നമ്മൾ എപ്പോഴും പറഞ്ഞത് ശക്തിയല്ല ബുദ്ധിയാണ് ഇവിടെ യുദ്ധവിജയി എന്നാണ്. എന്നാൽ ആ അർത്ഥത്തിൽ ഇവിടെ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് അമേരിക്കയല്ല ഇറാനാണ്. ഏറ്റവും ഒടുവിൽ അമേരിക്കക്ക് ഓർക്കാപ്പുറത്ത് മറ്റൊരു അടി കൂടി നൽകി ഇറാൻ വീണ്ടും വിജയിച്ചിരിക്കുന്നു. ഇറാൻ ഹോർമസ് അടച്ചതോടെ ബലം പ്രയോഗിച്ചിട്ട് കാര്യമില്ല എന്നും ഹോർമസ് തുറന്നില്ലെങ്കിൽ തങ്ങളും ഹോർമസിൽ ഉപരോധം കൊണ്ടുവരുമെന്നും നിശ്ചയിച്ചാണ് അമേരിക്ക വലിയ സൈനിക നിരയെ കൊണ്ടുവന്നുകൊണ്ട് ഹോർമുസിൻ്റെ മറ്റൊരു ഭാഗത്ത് അവിടെ ഉപരോധം ഏർപ്പെടുത്തി ആ പാത അടയ്ക്കുന്നത്. ഇതോടെ അതുവരെ നിലനിന്നിരുന്ന ചരക്ക് നീക്കവും നിലച്ചു. അമേരിക്ക ഉദ്ദേശിച്ചത് ലോകരാഷ്ട്രങ്ങൾ എല്ലാം ഇറാനെതിരെ തിരിയുമെന്നും ഈ യുദ്ധത്തിൽ തങ്ങളെ കൂടി കരകയറ്റുന്ന തരത്തിൽ ഇടപെടൽ ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുമെന്നാണ്. ഇതേ വാദം തന്നെ ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം തങ്ങൾക്കുമേൽ വന്നേക്കുമോ എന്ന കാര്യവുമെല്ലാം ഇറാനും കണക്കിലെടുക്കുന്നു. അവിടെ ഏതെങ്കിലും ഒരു രാജ്യം തങ്ങളോട് ഇതാവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ഇറാൻ മറ്റൊരു തന്ത്രം നടപ്പിലാക്കി. ഇറാൻ നേരത്തെ തന്നെ പറയുന്നുണ്ട്, ഹോർമസ് തുറന്നു വിട്ടിരിക്കുകയാണ്, ശത്രു രാജ്യങ്ങൾക്കല്ലാത്ത മറ്റേത് രാജ്യങ്ങൾക്കും ഇതുവഴി പോകാം എന്നും ഇറാൻ നേരത്തെ പറയുന്നു. ഇതോടെ ഇറാൻ തങ്ങൾ ഉപരോധം പിൻവലിക്കുകയാണ് എന്ന് അസന്ദിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇതോടെ വീണ്ടും അമേരിക്ക വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. കാരണം വലിയ തോതിൽ സൈനികരെയും അഥവാ 10,000-ന് മുകളിൽ സൈനികരെയും സന്നാഹങ്ങളെയും പടക്കോപ്പുകളെയും ഒക്കെ കൊണ്ടെത്തിച്ച അമേരിക്ക ഒടുവിൽ തങ്ങളിനി ഇവിടെ എന്തിനാണ് നിൽക്കേണ്ടത് എന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഹോർമസ് തുറക്കാൻ വേണ്ടിയാണ് തങ്ങളുടെ ഉപരോധമെന്ന് പ്രഖ്യാപിച്ച അമേരിക്ക ഹോർമസ് തുറക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ ഇനി എന്തിനാണ് അവിടെ നിൽക്കേണ്ടത് എന്ന ചോദ്യം അവിടെ വളരെ പ്രസക്തമാണ്. അവിടെ ഉപരോധം ഏർപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഇപ്പോൾ അമേരിക്ക നിൽക്കുകയാണ്. ഈ അവസ്ഥ യഥാർത്ഥത്തിൽ അമേരിക്ക പോലെയൊരു രാഷ്ട്രത്തെ കുരങ്ങ് കളിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയാനുള്ളത്. അമേരിക്ക ഒരു തന്ത്രം മെനയുമ്പോൾ അമേരിക്ക വിചാരിക്കാത്ത തരത്തിലുള്ള മറ്റൊരു മറുതന്ത്രമാണ് ഇറാൻ യുദ്ധത്തിലുടനീളം പയറ്റിക്കൊണ്ടിരിക്കുന്നത്. മേഖലയിലെ പ്രശ്നക്കാരൻ അമേരിക്കയാണെന്ന് വീണ്ടും വീണ്ടും ലോകത്തെ ഇറാൻ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കക്ക് വീണ്ടും യുദ്ധതന്ത്രങ്ങൾ മാറ്റി മെനയേണ്ടി വരുന്നൊരവസ്ഥ. അതേസമയം തന്നെ ഒരു പടക്കപ്പലുകളെയും ഹോർമുസ് കടക്കാൻ അനുവദിക്കില്ല എന്നുകൂടി ഇറാൻ ഇതിനോടകം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇതോടെ മേഖലയുടെ അവകാശം തങ്ങളുടെ കൈകളിൽ തന്നെയാണ് എന്നാണ് വീണ്ടും വീണ്ടും ഇറാൻ ബോധ്യപ്പെടുത്തുന്നത്. മാത്രവുമല്ല, ഇറാനിയൻ തുറമുഖങ്ങൾക്കെതിരെയുള്ള അമേരിക്കൻ ഉപരോധം തുടരുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഇറാൻ പാർലമെൻറ്റ് സ്പീക്കർ വീണ്ടും രംഗത്ത് വന്നതും ഈ വിഷയത്തിൽ അമേരിക്ക പറയുന്നതല്ല കാര്യം, ഇറാൻ്റെ അധീനതയിലുള്ള ഒരു വസ്തു സംബന്ധിച്ച് ഇറാൻ പറയുന്നതാണ് കാര്യം, അതിന് നിങ്ങൾ എന്ത് സന്നാഹങ്ങൾ കൊണ്ടുവന്നിട്ടും കാര്യമില്ല എന്ന് തീർത്ത് പറയുകയാണ്. വെടിനിർത്തൽ കാലയളവിൽ വാണിജ്യ കപ്പലുകൾക്കായി ഹോർമസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നിരിക്കുകയാണ് എന്നാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം വളരെ കുറച്ച് കപ്പലുകൾ മാത്രമാണ് ഇതുവഴി കടന്നു പോയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനർത്ഥം അവിടെ ചുങ്കം പിരിക്കുവാനുള്ള പദ്ധതികൾ ഇറാൻ ആസൂത്രണം ചെയ്യുന്നു, നടപ്പിലാക്കുന്നു, അത് സ്വീകരിക്കുന്നു എന്നതാണ്. ഇറാൻ്റെ ഈ നീക്കം അമേരിക്കയെ രാഷ്ട്രീയമായും തന്ത്രപരമായും ഒക്കെ പല വിധത്തിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഒന്ന്, അവകാശവാദങ്ങൾ തള്ളിക്കളയുന്ന ഇറാൻ്റെ നിലപാടാണ് ഇവിടെ ശ്രദ്ധേയം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് വലിയൊരു നയതന്ത്ര വിജയമായി, ഡിപ്ലോമാറ്റിക് വിക്ടറി ആയിട്ട് ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ഇറാൻ എല്ലാ നിബന്ധനകളും അംഗീകരിച്ചെന്നും സമ്പുഷ്ടീകരിച്ച് യുറേനിയം അമേരിക്കക്ക് ഉടൻ തന്നെ കൈമാറാൻ ഇറാൻ സമ്മതിച്ചെന്നുമൊക്കെ അദ്ദേഹം അവകാശപ്പെടുന്നു. എന്നാൽ യുറേനിയം ഇറാനിയൻ മണ്ണ് പോലെ പവിത്രമാണെന്നും അത് ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് ഇറാൻ ഈ അവകാശവാദത്തെ പരസ്യമായി തള്ളിയത് ട്രംപിൻ്റെ പ്രതിച്ഛായക്ക് തിരിച്ചടിയായി എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് അന്താരാഷ്ട്ര തലത്തിലുള്ളൊരു സമ്മർദ്ദമാണ്. ഹോർമസ് കടലിടുക്ക് ഭാഗികമായെങ്കിലും തുറന്നു കൊടുക്കുന്നതിലൂടെ തങ്ങൾ സമാധാനത്തിന് തയ്യാറാണെന്ന സന്ദേശം ലോകരാഷ്ട്രങ്ങൾക്ക് നൽകാൻ ഇറാന് സാധിച്ചു. എന്നാൽ അമേരിക്ക ഇപ്പോഴും ഇറാനിയൻ തുറമുഖങ്ങളിൽ ബ്ലാക്കേഡ് തുടരുന്നത് ആഗോള വിപണിയെയും എണ്ണ വിലയെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. ഇത് സമാധാന ചർച്ചകളെയും തടസ്സപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയാണ് ഇത്തരം സമാധാന ചർച്ചകൾക്കൊക്കെ ഉടക്ക് നിൽക്കുന്നത് എന്ന തരത്തിലുള്ള അന്താരാഷ്ട്ര വിമർശനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിച്ച നിലപാടിലൂടെ അമേരിക്കക്ക് കൈവന്ന മറ്റൊരു വലിയ പരാജയം. മൂന്നാമത്തേത് സൈനികമായ വെല്ലുവിളിയാണ്. ഹോർമസ് കടലിടുക്ക് തുറന്നു എന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോഴും അമേരിക്കൻ പടക്കപ്പലുകളെയും സഖ്യകക്ഷികളെയും കടത്തിവിടില്ല എന്ന കർശന നിലപാട് അവർക്കുണ്ട്.
ഇത് അമേരിക്കൻ നാവികസേനയ്ക്ക് മേഖലയിൽ വലിയ സമ്മർദ്ദമുണ്ടാക്കുകയാണ്. ഉപരോധം തുടരണമെങ്കിൽ കടലിടുക്കിൽ ശക്തമായ സൈനിക സാന്നിധ്യം നിലനിർത്തേണ്ടി വരുന്നത് അമേരിക്കക്ക് സാമ്പത്തികമായും സൈനികമായും വലിയ ബാധ്യതയാണ്. മാത്രമല്ല ബഹ്റൈനിലെ 5th ഫ്ലീറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് കാര്യമാത്രമായിട്ടുള്ള അപകടങ്ങൾ സംഭവിച്ച ഒരു സാഹചര്യത്തിൽ അവിടെ ഇപ്പോൾ വലിയ തരത്തിലുള്ള സൈനിക സന്നാഹം അമേരിക്ക ഏർപ്പെടുത്തുന്നില്ല. പല ബേസുകളിൽ നിന്നും സുരക്ഷിതമായി തങ്ങളുടെ പട്ടാളക്കാരെ മറ്റിടങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വാർത്ത. മറ്റൊന്ന് ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. ഇറാനിൽ ആണവ സമ്പുഷ്ടീകരണം തടഞ്ഞു എന്ന ട്രംപിൻ്റെ വാദം തെറ്റാണെന്ന് തെളിഞ്ഞാൽ അത് അമേരിക്കക്കുള്ളിൽ അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകും. ഇറാനിൽ ഭരണകൂടത്തിന് രാഷ്ട്രീയമായ മേൽക്കൈ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികളെ യുദ്ധത്തിന് മുൻപ് ഇറാൻ നേരിട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ ഹീറോ പരിവേഷത്തിലേക്ക് ഭരണകൂടവും അവരുടെ ഖുമേനി ഭരണ പരമ്പരയുമൊക്കെ വീണ്ടും കരുത്താർജിക്കുകയും ചെയ്യും. ഇറാൻ ഒന്നിനും വഴങ്ങിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതോടെ പ്രതിപക്ഷം ട്രംപിൻ്റെ നയതന്ത്ര നീക്കങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ഈ പ്രതിസന്ധികളൊക്കെ അമേരിക്കക്ക് ഉണ്ടാക്കുമ്പോൾ അമേരിക്കയിലൊരു ഇടക്കാല ഹിതപരിശോധന നടക്കാൻ പോവുകയാണ്. 4 വർഷമാണ് അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ കാലാവധിയെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ആ പ്രസിഡന്റിൻ്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഹിതപരിശോധനകൾ ഉണ്ടാവാറുണ്ട്. അത് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തല ഉയർത്തി മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ട്രംപിനെ പക്ഷേ തല താഴ്ത്തി തലയിൽ മുണ്ടിട്ട് മടങ്ങുന്നൊരവസ്ഥയിലേക്കാണ് ഇറാൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിലേറ്റവും കൗതുകകരമായ രാഷ്ട്രീയം. മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ കുരങ്ങ് കളിപ്പിക്കുകയാണ് ഒരു ലോക രാഷ്ട്രത്തെ അല്ലെങ്കിൽ ലോകത്തിൽ ഒന്നാമത്തെ ഒരു ശക്തിയെ ഒരു ദുർബലമായി ഈ സഖ്യങ്ങളെല്ലാം കണ്ടിരുന്നൊരു രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അമേരിക്ക ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയുടെ ആഴത്തെയാണ് ഇത് വ്യക്തമാക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.